വെണ്ടക്ക, ചീര, ഇതെന്തോ സംഭവം? വഴുതണങ്ങ, കറിവേപ്പില. ഇതെന്തുവാ? അത് തന്നെ. കറിവേപ്പില, പിന്നെ വഴുതണങ്ങ, തുളസി. അതെന്നതാ? വഴുതണ. ഇത് വാഴ. ഏത് വാഴയാ ഇത്? കൊലയ്ക്കാത്ത വാഴയാണോ? ആണോ? ഓ, അത് ശരി. ആഹാ. പയറ്. കോവയ്ക്കാണോ? കോവയ്ക്ക പിടിച്ചിട്ടില്ല. ഉണ്ടായിരുന്നു, പറിച്ചു. ഇത് പടവലങ്ങ. ഇതിലെല്ലാം രസം കുമ്പളങ്ങ. ഇങ്ങനെ നാട്ടിലെ കുമ്പളങ്ങയെക്കാളും വലിയ കുമ്പളങ്ങയാണ്. നാട്ടിൽ എത്രയും വലിയ കുമ്പളങ്ങ ഉണ്ടോ? പയറ് ആണ് പയറ്. ഇത് എല്ലാം പയറാണ്. പയറ്. ഇതിൻ്റെ ഇടയ്ക്ക് റെഡ് ബീൻസ് ഉണ്ട്. റെഡ് ബീൻസ്, ഗ്രീൻ പീസ് ഉണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാവയ്ക്ക ഉണ്ടോ? പാവയ്ക്ക, അടിപൊളി പാവയ്ക്കയാണ്. പാവയ്ക്കയുടെ ഒരു ശേഖരം തന്നെയുണ്ട് അല്ലേ? വിളഞ്ഞൊക്കെ നിൽക്കുകയാണല്ലോ അല്ലേ? വിത്തിനിട്ടേക്കുക. വീണ്ടും കുമ്പളങ്ങ. ഇതാണ് നാട്ടിലെ വാളരിപ്പയർ എന്ന് പറഞ്ഞാൽ ഈ കുറ്റിപ്പയർ എന്നൊക്കെ പറയുന്ന പോലെ. ഇതെന്നതാ? തക്കാളി. കാന്താരി ഉണ്ട്. കാന്താരി വരെയുണ്ട്. കാന്താരി പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാന്താരി ഇങ്ങനെ പിടിച്ച് കിടപ്പുണ്ട്. ഇത് മറ്റൊരു ഇങ്ങനെ ബിനോയിയുടെ വീട്ടിലെ കൃഷിയാണ്, പച്ചക്കറി കൃഷിയാണ്. നാട്ടിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറി നാട്ടിലെ കൃഷിയെല്ലാം ചെയ്ത് ജോലി തിരക്കിനിടയിൽ ഈ കൃഷി നോക്കാനുള്ള സമയം അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് അതിശയം. വളരെ കൃത്യമായി നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്തിരിക്കുകയാണ്. അവരുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഇവിടെ കിട്ടുന്നുണ്ടെന്നാണ് ബിനോയ് പറഞ്ഞത്.